കേരളത്തിലെ കുട്ടികളെ കാലുകഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. സത്യത്തിൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തിലെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പോരാട്ടം നടത്തിയ നാടാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടാണ് ഈ നാട്. ഗവർണർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയിലൂടെ തൻ്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികളെ കാലുകഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം സവർണ ഫാസിസ സംസ്കാരം കേരളത്തിൽ പഠിപ്പിക്കാൻ നോക്കുകയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പാദപൂജകളെ, കുട്ടികളെ കൊണ്ട് നടത്തുന്ന പാദപൂജകളെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കണം. ഗവർണറാണ് അദ്ദേഹം. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോയ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാൻ ഒരു ഗവർണർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇദ്ദേഹത്തിന് വെറും സവർണ അജണ്ടകളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതാണ് ഇത്. അതാ പറഞ്ഞത്, BJP-യുടെ ജില്ലാ സെക്രട്ടറിമാരുടെ കാല് കഴിക്കാൻ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കണം, അതാണ് കേരളത്തിലെ സംസ്കാരം എന്ന് ഗവർണർ പറയുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥാനത്തിന് നാണക്കേടാണ് ഈ ഗവർണർ. ഈ ഗവർണറെ ഓർത്ത് ലജ്ജിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം ഗവർണർ പദവിയിലിരിക്കുന്നവർ രാജ്യത്തെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.